കാലിത്തൊഴുത്തിൽ പിറന്നവനേ, കരുണ നിറഞ്ഞവനേ, കാലിത്തൊഴുത്തിൽ പിറന്നവനേ, കരുണ നിറഞ്ഞവനേ, കരളിലെ ചോരയാൽ പാരിന്റെ പാപങ്ങൾ കഴുകിക്കളഞ്ഞവനേ, അടിയങ്ങൾ നിന്നാമം വാഴ്ത്തിടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം തമ്മിൽ ഈ വിശുദ്ധ ദിവസത്തിൽ അനുഗ്രഹിക്കട്ടെ. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇത് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. ദൈവമാത്മാവാകുന്നവർക്ക് നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. ക്രൂശിലൂടെ ഞങ്ങൾ ആഴമായി സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന സർവശക്തനായ ദൈവമേ, അനുഗ്രഹീതമായ ക്രിസ്മസ് ദിവസത്തിലടിയങ്ങൾക്ക് വിശുദ്ധ ദൈവാലയങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ, കർത്താവിന്റെ തിരുമുഖത്തേക്ക് നോക്കുവാൻ അവിടുന്ന് അടിയങ്ങൾക്ക് നൽകിയ കൂട്ടായ്മയ്ക്കായി സ്തോത്രം. ആരാധനയ്ക്ക് കടന്നു വന്നിരിക്കുന്നവർക്കായി, കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നവർക്കായി, ഗായക സംഘത്തിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ മേലും വളരെ ദിവ്യമായ കൃപയും സാന്നിധ്യത്തെയും ഇന്ന് പകൽക്കാലം അവിടുന്ന് വർഷിപ്പിക്കണമേ. ക്രിസ്തുയേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമസ്തുതിക്ക് മഹത്വത്തിനുമായി 341 പാട്ട്. Oh
4-ാം ഭാഗം, ആരാധനക്രമം 6-ാം പുറം. വരുവീൻ നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കാം. നാം സ്തോത്രത്തോടെ അവിടുത്തെ സന്നിധിയിൽ ചെല്ലുക. യഹോവ മഹാദൈവമല്ലോ, ഭൂമിയുടെ അധോഭാഗങ്ങൾ അവിടുത്തെ കയ്യിലാകുന്നു. സമുദ്രം അവിടുത്തേത്, അവിടുന്ന് അതിനെ ഉണ്ടാക്കി. വരുവീൻ നാം വണങ്ങി നമസ്കരിക്കാം. അവിടുന്ന് നമ്മുടെ ദൈവമാകുന്നു. നാം അവിടുന്ന് വഹിക്കുന്ന ജനവും അവിടുത്തെ കയ്യിലാടുകളും തന്നെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പരമപിതാവായ സർവശക്തിയുള്ള ദൈവത്തിന്റെ അളവറ്റ കരുണയാലും സ്നേഹത്താലും നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടേണ്ടുന്നതിന് നാം ചെയ്തു പോയ പലവിധ പാപങ്ങളും കുറ്റങ്ങളും മറയ്ക്കാതെ താഴ്മയും അനുതാപവും അനുസരണം നമ്മുടെ ഹൃദയത്തോടെ ഏറ്റുപറയുവാൻ ദൈവവചനം നമ്മെ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വിശുദ്ധ ഹൃദയത്തോടും വിനയശബ്ദത്തോടും സ്വർഗീയ കൃപാസന സന്നിധിയിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. മുഴങ്കാലുകൾ മടക്കി കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ വന്ന് ഭവിച്ച രഹസ്യ പരസ്യ പാപങ്ങളിൽ നിന്നും പൂർണ്ണമായൊരു വിമോചനം ക്രൂശിതനായ കർത്താവിന്റെ തിരുരക്തത്താൽ സാധ്യമായി തീരേണ്ടുന്നതിന് മനസ്സുപുതുക്കി രൂപാന്തരപ്പെട്ടുകൊണ്ട് ആരാധനക്രമം 10-ാം പുറത്തിൽ കാണപ്പെടുന്ന അനുതാപ പ്രാർത്ഥന എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പിതാവായ ദൈവമേ, വാക്കിലും പ്രവൃത്തിയിലും വിചാരത്തിലും ഞങ്ങളെ വിരോധമായി പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ പോലെ മനസ്സോടെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളെ പോലെ തന്നെ ഞങ്ങളെ കാര്യവും സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ പാപമാറ്റി ഞങ്ങൾ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ സകലകുറ്റങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലും നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമ്മുടെ പിതാവിന്റെ അടുക്കലുണ്ട്. അവിടെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടെ ഇതിന് മാത്രമല്ല, സർവ്വലോകത്തിന്റെ പാപത്തിന് തന്നെ. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടുന്നതിന് അവിടുന്ന് തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങൾ ചുമന്ന് ക്രൂശിന്മേൽ കയറി. അവിടുത്തെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു ക്രിസ്മസ് ദിനം കൂടെ കാണുവാൻ ആയുസ്സും ആരോഗ്യവും തന്ന് കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മെ നിലനിർത്തിയ ദൈവത്തിന്റെ കൃപയ്ക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്തോത്ര പ്രാർത്ഥനയായി ആരാധനക്രമം 14-ാം പുറത്തിലുള്ള പൊതുവായ സ്തോത്രം നമുക്ക് പ്രാർത്ഥനയ്ക്കായി ഉപയോഗിക്കാം. സർവശക്തിയുള്ള ദൈവമേ, മഹാകരുണയുള്ള പിതാവേ, അങ്ങയുടെ അയോഗ്യദാസരായ ഞങ്ങളോടും സകല മനുഷ്യരോടും അങ്ങേക്കുള്ള സകല കരുതലുകൾക്കായും ആർദ്രതയ്ക്കായും ഞങ്ങൾ അങ്ങേക്ക് മഹാവിനിയോ മനഃപൂർവമായ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്കായും എല്ലാറ്റിനുമേലായും നിലകർത്താവായ യേശുമിശിഹാ മൂലം ലോകത്തെ വീണ്ടെടുത്ത അവിടുത്തെ വിലമതിച്ചുകൂടാത്ത സ്നേഹത്തിനായി ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. അങ്ങ് നൽകിയ കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്വത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ കളങ്കമില്ലാതെ നന്ദിയുള്ളവയായി തീരേണ്ടുന്നതിനും അങ്ങയെ സേവിക്കുന്നതിനും ഞങ്ങൾ ഏൽപ്പിച്ച നാളുകളൊക്കെയും വിശുദ്ധിയോടും നീതിയോടും അങ്ങയുടെ മുൻപാകെ നടക്കേണ്ടുന്നതിനും അങ്ങനെ ഞങ്ങളുടെ അധരങ്ങൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ ജീവിതം കൊണ്ട് മറ്റ് സ്തുതി പ്രസിദ്ധപ്പെടുത്തേണ്ടുന്നതിനും അവിടുത്തെ സകലകാരണങ്ങളെയും കുറിച്ചുള്ള ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. ആമേൻ. ദൈവനാമസ്തുതിക്കും മഹത്വത്തിനുമായി 349-ാമത്തെ പാട്ടുപുസ്തകത്തിൽ 349-ാമത്തെ ഗീതം. Jesus.
സങ്കീർത്തനം വാക്യം പ്രതിവാക്യമായി നമുക്ക് വായിക്കാം. സങ്കീർത്തനങ്ങൾ 54. ദൈവമേ, നിന്റെ നാമത്താൽ എന്നെ രക്ഷിക്കണമേ. നിന്റെ ശക്തിയാൽ എനിക്ക് ന്യായം പാലിച്ചു തരണമേ. അന്യജാതിക്കാർ എന്നോട് എതിർത്തിരിക്കുന്നു. ഘോരന്മാർ എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു. അവർ ദൈവത്തെ തങ്ങളുടെ മുൻപാകെ വെച്ചിട്ടുമില്ല. അവൻ എൻ്റെ ശത്രുക്കൾക്ക് തിന്മ പകരം ചെയ്യും. നിന്റെ വിശ്വസ്തതയാൽ അവരെ സംഹരിച്ചു കളയണമേ. അവൻ എന്നെ സകല കഷ്ടത്തിൽ നിന്നും വിടുവിച്ചിരിക്കുന്നു. എന്റെ കണ്ണ് എന്റെ ശത്രുക്കളെ കണ്ട് രസിക്കുന്നു. എല്ലാവർക്കും വേദഭാഗങ്ങൾ ശ്രദ്ധിക്കാം. വായിക്കണേ നൽകിയിരിക്കുന്ന പഴയ നിയമ വേദഭാഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 35-ാം അധ്യായം 3 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 35-ാം അധ്യായം 3 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. തളർന്ന കൈകളെ ബലപ്പെടുത്തുവിൻ, കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിപ്പിൻ. മനോഭീതിയുള്ളവരോട് ധൈര്യപ്പെടുവിൻ, ഭയപ്പെടേണ്ട. ഇതാ നിങ്ങളുടെ ദൈവം, പ്രതികാരവും ദൈവത്തിന്റെ പ്രതിഫലവും വരുന്നു. അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കും എന്ന് പറവിൻ. അന്ന് കുരുടന്മാരുടെ കണ്ണ് തുറന്നു വരും, ചെകിടന്മാരുടെ ചെവി അടഞ്ഞിരിക്കുകയുമില്ല. അന്ന് മുടന്തൻ മാനിനെ പോലെ ചാടും, ഊമന്റെ നാവും ഉല്ലസിച്ചു ഘോഷിക്കും. മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്തെ തോടുകളും പൊട്ടിപ്പുറപ്പെടും. മരീചിക ഒരു പൊയ്കയായും വരണ്ട നിലം നീരുറവുകളായും തീരും. കുറുക്കന്മാരുടെ പാർപ്പിടത്ത് അവ കിടന്ന സ്ഥലത്ത് തന്നെ പുല്ലും ഓടയും ഞാങ്ങണയും വളരും. അവിടെ ഒരു പെരുവഴിയും പാതയും ഉണ്ടാകും. അതിന് വിശുദ്ധ വഴി എന്ന പേരാകും. ഒരു അശുദ്ധനും അതിൽ കൂടി കടന്നു പോകുകയില്ല. അവൻ അവരോട് കൂടി ഇരിക്കും. വഴിപ്പോക്കർ ഭോഷന്മാർ പോലും വഴിതെറ്റി പോകുകയില്ല. ഒരു സിംഹവും അവിടെ ഉണ്ടാകുകയില്ല, ഒരു ദുഷ്ടമൃഗവും അവിടെ കയറി വരികയില്ല. ആ വകയെ അവിടെ കാണുകയില്ല. വീണ്ടെടുക്കപ്പെട്ടവർ അവിടെ നടക്കും. അങ്ങനെ യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് വരും. നിത്യാനന്ദം അവരുടെ തലമേൽ ഉണ്ടായിരിക്കും. അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും. ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകും. ഈ വായിച്ചിട്ട് തിരുവചന വേദഭാഗങ്ങളാൽ ദൈവം ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. വായിക്കാനായി നൽകിയിരിക്കുന്ന ലേഖന വേദഭാഗം റോമർ 8-ാം അധ്യായം 12 മുതൽ 17 വരെ. റോമർ 8-ാം അധ്യായം 12 മുതൽ 17 വരെ. ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെയല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്തിൻ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവുദാനം നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. ഈ വായിച്ചു കേട്ട തിരുവചന വേദഭാഗങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെ സഹായിക്കുന്നു.
സുവിശേഷ വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. മത്തായി 2-ാം അധ്യായം 7 മുതൽ 12 വരെ. എന്നാറെ ഹെരോദാവ് വിദ്വാൻമാരെ രഹസ്യമായി വിളിച്ചു. നക്ഷത്ര വെളിവായ സമയം അവരോട് സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞു. അവരെ ബേത്ലഹേമിലേക്ക് അയച്ച്, നിങ്ങൾ ചെന്ന് ശിശുവിനെ കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിപ്പിൻ. കണ്ടെത്തിയാൽ ഞാനും ചെന്ന് അവരെ നമസ്കരിക്കേണ്ടുന്നതിന് വന്ന് എന്നെ അറിയിപ്പിൻ എന്ന് പറഞ്ഞു. രാജാവ് പറഞ്ഞത് കേട്ട് അവർ പുറപ്പെട്ടു. അവർ കിഴക്ക് കണ്ട നക്ഷത്രം ശിശു ഇരിക്കുന്ന സ്ഥലത്തിന് മീതെ വന്ന് നിൽക്കുവോളം അവർക്ക് മുൻപായി പൊയ്ക്കൊണ്ടിരുന്നു. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. ആ വീട്ടിൽ ചെന്നു ശിശുവിനെ അമ്മയായ മറിയോട് കൂടെ കണ്ട് വീണ് അവനെ നമസ്കരിച്ചു. നിക്ഷേപ പാത്രങ്ങളെ തുറന്നു അവന് പൊന്നും കുന്തിരിക്കവും മൂരും കാഴ്ചവെച്ചു. ഹെരോദാവിന്റെ അടുക്കൽ മടങ്ങിപ്പോകരുത് എന്ന സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് അവർ വേറെ വഴിയായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. ഇവിടെ സുവിശേഷ വേദഭാഗം വായിച്ച് അവസാനിച്ചിരിക്കുന്നു. നമ്മുടെ വിശ്വാസം നമുക്ക് പ്രഖ്യാപിക്കാം. അപ്പോസ്തല വിശ്വാസ പ്രമാണം ആരാധനക്രമം 22-ാം പുറം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയയിൽ ഉൽപ്പാദിക്കപ്പെട്ട് ജനിച്ചു. പൊന്തിയോസ് പീലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി. സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി ശിരസുകൾ നമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കും. ക്രൂശിലൂടെ ഞങ്ങൾ ആഴമായി സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന സ്വർഗീയ പിതാവേ, 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമനപ്പെട്ട് കൂടി വരുമ്പോൾ ആയവരുടെ നടുവിൽ ഞാനുണ്ട് എന്ന് അടിയങ്ങളെ പഠിപ്പിച്ച അവിടുത്തെ സന്നിധിയിൽ വിശ്വാസത്തോടെ അടിയങ്ങൾ ഒരുമിച്ച് കൂടുന്നു. അവിടുന്ന് അടിയങ്ങളോട് സംസാരിക്കുകയും ഇടപെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. സർവശക്തനായ ദൈവമേ, ഈ വിശുദ്ധ ദിവസത്തിൽ വ്യത്യസ്ത ഭവനങ്ങളിലായിരുന്ന അടിയങ്ങൾക്ക് ഒരുമിച്ച് തിരുവാലയത്തിലേക്ക് പ്രവേശിപ്പാൻ അവിടുന്ന് അടിയങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും തന്ന് നിലനിർത്തിയ മഹാദയയ്ക്കായി നന്ദിയോടെ അടിയങ്ങളങ്ങേക്ക് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തെ കണ്ട അടിയങ്ങളുടെ ജീവിതത്തിൽ ഒരു വർഷക്കാലം അവിടുന്ന് താങ്ങായി, തണലായി, സംരക്ഷകനായി, വഴികാട്ടിയായി അടിയങ്ങൾക്ക് ആവശ്യമായ ആലോചന കൃത്യസമയങ്ങളിൽ നൽകി അവിടുന്ന് അടിയങ്ങളെ സാന്ത്വനപ്പെടുത്തി, അവിടുന്ന് അടിയങ്ങളെ സംരക്ഷിച്ചു, അവിടുന്ന് അടിയങ്ങളെ കരുതി, അവിടുന്ന് അടിയങ്ങൾക്ക് വേണ്ടി ജീവൻ പകർന്നു. അങ്ങനെ വ്യത്യസ്തതയുള്ള ഈ ലോക ജീവിതയാത്രയിൽ അവിടുന്ന് അടിയങ്ങളെ നയിച്ച മഹാദയയ്ക്കായി നന്ദിയോടെ സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവാലയത്തിൽ ആയിരിക്കുന്ന എല്ലാ ജനത്തോടും അവിടുന്ന് ഹൃദ്യമായി സംസാരിക്കണമേ. ക്രിസ്തുമസിന്റെ സന്ദേശവും ആ ഒരു അനുഭവവും ജീവിതത്തിൽ കർത്താവ് വെളിവായി വരുവാൻ അവിടുന്ന് സഹായിക്കണമേ. ഗായക സംഘത്തെ അവിടുന്ന് ശുശ്രൂഷയിൽ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. വേദഭാഗം വായിച്ച മക്കളെ അവിടുന്ന് ബലപ്പെടുത്തിയതിനായി സ്തോത്രം. കടന്നുവന്ന ജനത്തോട് അവിടുന്ന് തുടർന്നും സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുയിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ.
ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ പാപകടം ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ സകല ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അവിടത്തേക്കുള്ളതല്ലോ. ആമേൻ. ഈ സമയം പ്രത്യേക ഗാനം ഗായക സംഘം ആലപിക്കുമ്പോൾ സ്തോത്ര കാഴ്ച മേശമേൽ സ്വീകരിക്കും.
പ്രത്യേക നേർച്ചകൾ അർപ്പിച്ചിരിക്കുന്നത് മിസ്സസ് സജു എസ് സജു ഭവൻ, ദിയോന വി പ്രദീപ് പി എസ് ഭവൻ, ദിയോൺ വി പ്രദീപ് പി എസ് ഭവൻ, മാക്വിൻ എം ബി ആൻഡ് ഫാമിലി എം പി സദൻ. പിടിപ്പണ നേർച്ച ദിയോൺ വി പ്രദീപ് പി എസ് ഭവൻ. എല്ലാ നേർച്ച കാഴ്ചകൾ ഓർത്തുകൊണ്ട് ഒരു നിമിഷം എഴുന്നേറ്റ് ദൈവത്തോട് പ്രാർത്ഥിക്കും. സകല അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും പേർ വരുവാൻ കാരണഭൂതനായിരിക്കുന്ന സർവശക്തനായ ദൈവമേ, വളരെ അനുഗ്രഹീതമായ ഈ വിശുദ്ധ ദിവസത്തിനായി നന്ദിയോടെ സ്തോത്രം. പ്രത്യേകാൽ സ്തോത്ര കാഴ്ച അർപ്പിച്ചിരിക്കുന്നവരുടെ ഓർക്കുന്നു. മാക്വിനായി, തൻ്റെ സഹധർമ്മിണിക്കായി 2 മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൃപയാൽ അവിടെ നിന്ന് അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും വഴി നടത്തുകയും ചെയ്യണമേ. പിടിപ്പണ നേർച്ച അർപ്പിച്ചിരിക്കുന്ന ദിയോൺ വി പ്രദീപ് എന്ന മകനെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കുഞ്ഞിനെയോളം അവിടെ നിന്ന് അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്തവരേറെ കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം. ദിവ്യമായ കരുതലിനാൽ ഓരോ ദിവസവും അവിടെ വഴി നടത്തണമേ. ദിയോണ വി പ്രദീപ് എന്ന പൈതലിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ദൈവാലയത്തിൽ ആദ്യമായി കടന്നു വരുവാൻ ദൈവം എളിയ കുഞ്ഞിനെ സഹായിച്ചുവല്ലോ. പ്രദീപനായ വിനയ്ക്കായി പ്രാർത്ഥിക്കുന്ന 4 പേരെയും അവിടുന്ന് അതിശയകരമായി വഴി നടത്തി കുടുംബമായി അവിടുത്തെ സന്നിധിയിൽ ആരാധിച്ച് അങ്ങേ മഹിമപ്പെടുത്തുവാൻ തുടർന്നുള്ള നാളുകളിലും അവിടുന്ന് സഹായിക്കണമേ. വിദേശത്തായിരിക്കുന്ന സജു എന്നവിടുത്തെ ദാസനായി പ്രാർത്ഥിക്കുന്നു. താനായിരിക്കുന്ന സ്ഥാനങ്ങളിൽ അവിടുത്തെ കൃപ അനുഭവിപ്പാനായി സഹായിക്കണമേ. തൻ്റെ കുടുംബത്തെയും മക്കളെയും അവിടുന്ന് അതിശയകരമായി വഴി നടത്തണമേ. തിരുവാലയത്തിൽ ലഭിച്ചിരിക്കുന്ന സ്തോത്ര കാഴ്ചയ്ക്കായി പ്രാർത്ഥിക്കുന്നു. അർപ്പിച്ച എല്ലാ കരങ്ങളെയും അവിടുന്ന് മാനിക്കണമേ. ക്രിസ്തുയേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും പരസ്യങ്ങളായാലും അറിയിക്കാനുള്ള കാര്യങ്ങൾ: മറ്റന്നാളുള്ള ആരാധന, ഞായറാഴ്ചയുള്ള ആരാധന രാവിലെ 8 മണിക്ക് പതിവിൻ പ്രകാരം ദേവാലയത്തിൽ നടത്തപ്പെടും. 10:30 മണിക്ക് നമ്മൾ ഹോമിലേക്കുള്ള പ്രത്യേക യാത്ര നടത്തുകയാണ്. പേരുകൾ നൽകിയിട്ടുള്ളവർ ഇനി നൽകാൻ ആഗ്രഹിക്കുന്നവരെന്ന് തന്നെ പേരുകൾ നൽകുകയും അതിനുള്ള ക്രമീകരണം നമുക്ക് അവിടെ ഹോമിൽ അറിയിക്കാൻ വേണ്ടിയാണ് എത്ര പേർ വരും എന്നുള്ള കാര്യം നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. അടുത്ത ഞായറാഴ്ച വൈകുന്നേരം 5 മണിക്ക് നമുക്ക് സംഘടനകളുടെ സംയുക്ത വാർഷികം ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ ഓരോ സംഘടനയിൽ നിന്ന് 3-4 പ്രോഗ്രാം വീതം സാമൂഹ്യ അകലം പാലിച്ച് കോവിഡ് മാനദണ്ഡങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് വാർഷിക സമ്മേളനം പ്രോഗ്രാം അധിഷ്ഠിതമായി നടത്തുകയാണ്. പ്രത്യേക ശുശ്രൂഷയോർത്ത് പ്രാർത്ഥിക്കാനും ഇന്ന് ആരാധനയ്ക്ക് ശേഷം സംഘടനാ ഭാരവാഹികൾ ഒരു നിമിഷം ഇരുന്നിട്ട് പോകാൻ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. വരുന്ന ഞായറാഴ്ച മുതൽ തുടർന്ന് 31-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ ഘട്ടം ഘട്ടമായി വർഷാന്ത്യ ഭവന സന്ദർശനം നടത്തും. ഏതൊക്കെ വാർഡുകളാണ് സന്ദർശനം നടത്തുന്നു എന്ന് ഞായറാഴ്ച നിങ്ങളെ അറിയിക്കുകയും ചെയ്യും. നമുക്ക് 31-ാം തീയതി വർഷാന്ത്യ പുതുവത്സര ആരാധന ഉണ്ടായിരിക്കും. വർഷാന്ത്യ പുതുവത്സര സ്തോത്ര ആരാധന ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. അതേ ദിവസം പുതുവർഷത്തിൽ വിശുദ്ധ തിരുവത്താഴ ശുശ്രൂഷയിൽ ദൈവാലയത്തിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് നടത്തുകയും ചെയ്യും. ഈ പ്രത്യേക ശുശ്രൂഷയെ നമ്മൾ ഓർക്കണം, പ്രാർത്ഥിക്കണം. ദൈവം നമുക്ക് നൽകുന്ന ഓരോ നിമിഷങ്ങൾ പ്രാർത്ഥനയോടുകൂടി ഉപയോഗിക്കാൻ ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. വളരെ അർത്ഥവത്തായ നിലയിൽ ശുശ്രൂഷകളിൽ സഹകരിക്കുന്ന പ്രത്യേകിച്ച് ഗായക സംഘം എല്ലാ ജനത്തോടുള്ള നന്ദിയും സ്നേഹവും ഞാൻ നിങ്ങളെ അറിയിക്കുകയും ക്രിസ്മസിൻ്റെ എല്ലാ ഭാവുകങ്ങളും നന്മകളും നേരുകയും ചെയ്യും. എല്ലാവർക്കും എഴുന്നേറ്റ് 350-ാമത്തെ പാട്ട്.
വചനം ജഡമായി മനുഷ്യാവതാരമെടുത്ത് അടിയങ്ങൾക്ക് വേണ്ടി ജനിക്കുകയും അടിയങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയും അടിയങ്ങൾ ഇന്നയോളം വഴി നടത്തുകയും ചെയ്യുന്ന ക്രിസ്തുവേ, ആരാധനയുടെ ആരംഭം മുതൽ ഈ നിമിഷം വരെയും അവിടുന്ന് അടിയങ്ങളോട് ഇടപെട്ടുകൊണ്ടിരുന്നതിനായി സ്തോത്രം. വചനബദ്ധമായമില്ലാത്ത പാൽ കുടിക്കാൻ ആഗ്രഹിച്ച് മറിയായ പോലെ അവിടുത്തെ പാദപീഠത്തിൽ അടിയങ്ങൾ കടന്നു വന്നിരിക്കുമ്പോൾ അവിടുന്ന് അടിയങ്ങളോട് സംസാരിക്കണമേ. അവിടുത്തെ ഇമ്പമേറിയ ദൈവാലോചന ആത്മീയ ജീവിതത്തിന് ഉത്തേജനമായി തീരുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. വളരെ അനുഗ്രഹീതമായ ഒരു വിശുദ്ധ ദിവസത്തിന്റെ പ്രഭാതത്തിൽ തിരുവാലയത്തുള്ളിൽ ആഗതരായിരിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും ഉണ്ണിയേശുവിൻ നാമത്തിലുള്ള സ്വാഗതവും ക്രിസ്മസിന്റെ എല്ലാ ഭാവുകങ്ങളും നന്മകളും ഹൃദയംഗമായി ഞാൻ നിങ്ങളെ അറിയിക്കുകയും ചെയ്യും. ക്രിസ്മസ് എന്ന ആ ഒരു ജീവിത അനുഭവം നമ്മെ പഠിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചും ക്രിസ്മസിലൂടെ നാം സ്വീകരിച്ച് ചൊല്ലേണ്ടുന്ന ജീവിത അവസ്ഥകളെക്കുറിച്ചും ചില കാര്യങ്ങൾ ഇന്നലെ രാത്രിയിലുള്ള ക്രിസ്മസ് ഈവ് ആരാധനയിൽ നമ്മൾ ധ്യാനിച്ചു. ഇന്നലത്തെ ആരാധനയിൽ നമ്മൾ ചിന്തിച്ചത് ക്രിസ്മസ് എന്നത് പൗരധർമ്മത്തിന്റെ ഉത്സവമാണ്. ക്രിസ്മസ് എന്നത് ആരോരുമില്ലാത്തവന്റെ ഉത്സവമാണ്. ക്രിസ്മസ് എന്നത് നിങ്ങൾ, ഞങ്ങൾ എന്ന ചിന്താഗതിയിൽ ഇരിക്കുന്നവർ നമ്മൾ എന്ന ചിന്തയിലേക്ക് മടങ്ങി വരുന്നതിൻ്റെ ഉത്സവമാണ്. ഈ 3 കൊച്ചനുഭവങ്ങൾ ഇന്നലത്തെ ധ്യാനാരാധനയിൽ നമ്മൾ ധ്യാനിച്ചപ്പോൾ അതിൻ്റെ ഒരു തുടർ ക്രമീകരണം എന്ന നിലയിൽ ഇന്നത്തെ ഈ ക്രിസ്മസ് ദിനാരാധനയിൽ ക്രിസ്മസിനെ കുറിച്ച് 4 കാര്യങ്ങൾ വേഗത്തിൽ ചിന്തിച്ച് ഈ ധ്യാനം അവസാനിപ്പിക്കുകയാണ്. 1, ക്രിസ്മസ് എന്നത് മാനുഷിക പദ്ധതിയേക്കാൾ എത്രയോ ഉദാത്തമാണ് ദൈവിക പദ്ധതി എന്ന് തെളിയിക്കുന്ന അനുഭവമാണ്. മനുഷ്യൻ തന്നെക്കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ എത്രയോ വ്യത്യസ്തമാണ് ദൈവം മനുഷ്യനെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്ന് ക്രിസ്മസ് നമ്മെ പഠിപ്പിക്കുകയാണ്. യേശുദേവന്റെ തിരുപ്പിറവിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവന് ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. ലോക ചരിത്രത്തിൽ ആദ്യമായ ഒരു സംഭവം. മാനുഷിക പദ്ധതിയെക്കാളും മനുഷ്യ ചിന്തയെക്കാളും വ്യത്യസ്തമാണ് ദൈവത്തിന്റെ ചിന്ത എന്ന് ക്രിസ്മസ് യേശുവിന്റെ തിരുപ്പിറവിയിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. രാജാതിരാജാവായി പിറന്നവൻ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് വിദ്വാൻമാർ ചെല്ലുന്നത് ഹെരോദാവിന്റെ കൊട്ടാരത്തിലേക്കാണ്. ഹെരോദാവിന്റെ കൊട്ടാരത്തിലേക്ക് ചെല്ലുമ്പോൾ വിദ്വാൻമാരുടെ മനസ്സിനകത്ത് കിടക്കുന്ന ചിന്ത എന്ന് പറയുന്നത് രാജാതിരാജാവായി പിറക്കുന്നവൻ തീർച്ചയായും ഏറ്റവും ഉന്നതമായ കൊട്ടാരത്തിനുള്ളിൽ തന്നെ പിറവിയെടുത്തിരിക്കും. ഇത് മാനുഷികമായ ചിന്തയാണ്. ഈ മാനുഷികമായ ചിന്തയേക്കാൾ ശ്രേഷ്ഠമാണ് ദൈവത്തിന്റെ ചിന്ത എന്ന് വിദ്വാൻമാർ തിരിച്ചറിയുന്നത് നക്ഷത്രം കണ്ടതിൽ അവർ അധികമായി സന്തോഷിച്ചു. നക്ഷത്ര വിളക്ക് വഴികാട്ടിയായി യാത്ര ചെയ്യുന്ന വിദ്വാൻമാർ. ഇന്നും എല്ലാ സ്ഥലങ്ങളിലും നക്ഷത്രമുണ്ട്. മദ്യശാലയുടെ മുകളിലും നക്ഷത്രമുണ്ട്. സിഗരറ്റ് വിൽക്കുന്ന പാൻ ഷോപ്പിന്റെ മുകളിലും നക്ഷത്രമുണ്ട്. പക്ഷേ കാർഡ് കളിക്കുന്ന വ്യക്തികൾ കൂടുന്ന കെട്ടിടത്തിന്റെ മുകളിലും നക്ഷത്രമുണ്ട്. ആശുപത്രിയിലും നക്ഷത്രമുണ്ട്.
ആംബുലൻസിനകത്തും നക്ഷത്രമുണ്ട്. നക്ഷത്രം കണ്ടതിൽ വിദ്വാൻമാർ സന്തോഷിക്കുകയാണ്. ഈ നക്ഷത്രം അവർക്കൊരു വഴികാട്ടിയായി മുന്നോട്ട് പോകുന്നു എങ്കിലും ഈ നക്ഷത്രം അവരെ കൊണ്ട് എത്തിച്ചത് പുൽത്തൊട്ടിക്കുള്ളിലാണ്. അവിടെ പുൽത്തൊട്ടിയിൽ കിടക്കുന്ന യേശുവിനെ കാണുകയും അവർ യേശുവിനെ മാത്രം നമസ്കരിച്ച് മടങ്ങി വരികയും ചെയ്യുകയാണ്. ഇവിടെയും നമ്മെ പഠിപ്പിക്കുന്ന ഒരാശയം, നമ്മൾ ആരെ ആരാധിക്കണം, എങ്ങനെ ആരാധിക്കണം എന്ന വ്യക്തമായ ഒരു ചിന്ത. മറിയയോട് കൂടെ ഇരിക്കുന്ന യേശുവിനെ വിദ്വാൻമാർ കണ്ടു എങ്കിലും ഇന്ന് വായിച്ച സുവിശേഷ വേദഭാഗത്തിൽ അവർ മറിയെ നമസ്കരിച്ചു എന്ന് പറയുന്നില്ല. വിദ്വാൻമാർ കൊണ്ടുവന്ന മോര് പൊന്നു കുന്തിരിക്കം മറിയയുടെ മുമ്പിൽ സമർപ്പിച്ചു എന്ന് പറയുന്നില്ല. മറിയയോട് കൂടെ ഇരിക്കുന്ന യേശുവിനെ കണ്ടു, അവർ ശിശുവിനെ വണങ്ങി നമസ്കരിച്ചു. ആരെ നമസ്കരിക്കണം, ആരെ ആരാധിക്കണം എന്ന വളരെ ശക്തമായ ഒരു ചിന്തയാണ് ക്രിസ്മസിലൂടെ ലോക ജനതയ്ക്ക് നൽകുന്നത്. ഒന്ന്, മാനുഷിക പദ്ധതിയേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് ദൈവത്തിൻ്റെ പദ്ധതി എന്ന് ക്രിസ്മസ് നമ്മെ പഠിപ്പിക്കുകയാണ്. രണ്ട്, ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള കൂട്ടായ്മയാണ് ക്രിസ്മസ്. നമുക്കറിയാം, ഈ തിരുവത്താഴ് ശുശ്രൂഷയ്ക്ക് വ്യത്യസ്തങ്ങളായ നാമമാണ് പല സഭാ വിഭാഗങ്ങളും ഉപയോഗിക്കുന്നത്. ക്രൈസ്തവ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ച് CSI പാരമ്പര്യത്തിൽ ഞാനും നിങ്ങളും ഉൾക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറയുന്നത് വിശുദ്ധ സംസർഗ ശുശ്രൂഷ, വിശുദ്ധ തിരുവത്താഴ് ശുശ്രൂഷ, വിശുദ്ധ കർത്തൃമേശ. അങ്ങനെയെങ്കിൽ കാത്തലിക് കമ്മ്യൂണിറ്റി, കത്തോലിക്ക സമൂഹം പറയുന്നത് ഹോളി മാസ്. ഇത് വിശുദ്ധ മാസ്, കൂട്ടായ്മയാണ്. അങ്ങനെയാണെങ്കിൽ ക്രിസ്മസ് ഒന്ന് നോക്കുക. ക്രിസ്തുവിൽ ഒരുമിച്ച് കൂടുന്ന സമൂഹം, ക്രിസ്തുവിന്റെ നാമത്തിൽ കൂടുന്ന ഒരു വലിയ കമ്മ്യൂണിയൻ, ഫെലോഷിപ്പ്, കൂട്ടായ്മ. ഇന്ന് ധാരാളം കൂട്ടായ്മകൾ ലോകത്തിലുണ്ട്. ഇന്ന് എല്ലാ ആൾക്കാർക്ക് സന്നദ്ധ സംഘടനകളുണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ചാൽ, പട്ടാള ഉദ്യോഗസ്ഥരിൽ നിന്ന് വിരമിച്ചു വരുന്നവർ, എക്സ് സർവീസ്മാൻ, അവർക്ക് അവരുടേതായ ഒരു കൂട്ടായ്മയുണ്ട്. ബാങ്ക് ജീവനക്കാർക്ക് അവരുടേതായ ഒരു സൊസൈറ്റിയുണ്ട്, ഒരു കൂട്ടായ്മയുണ്ട്. ഞങ്ങളെപ്പോലുള്ള വൈദികന്മാർക്ക് ധാരാളം ഗ്രൂപ്പ് കൂട്ടായ്മകളുണ്ട്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ കൂട്ടായ്മകളുണ്ട്, കൂടിച്ചേരലുകളുണ്ട്, ഓർഗനൈസേഷനുണ്ട്, ധാരാളം കൊച്ചു കൂട്ടായ്മ ബന്ധങ്ങളുണ്ട്. എന്നാൽ ക്രിസ്മസ് നമ്മെ പഠിപ്പിക്കുന്നത് ക്രിസ്തുവിന്റെ നാമത്തിലുള്ള കൂടിച്ചേരൽ എന്നാണ്. ഇന്ന് മതത്തിന്റെ പേരിലുള്ള കൂടിച്ചേരലുകൾ, സമുദായത്തിന്റെ പേരിലുള്ള കൂടിച്ചേരലുകൾ, നിറത്തിന്റെ പേരിലുള്ള കൂടിച്ചേരലുകൾ, കറുത്ത വർഗക്കാർ ഒരുമിച്ച് നടക്കുന്നു, വെളുത്ത വർഗക്കാർ ഒരുമിച്ച് നടക്കുന്നു, ക്രിസ്തുമത വിശ്വാസികൾ ചില സ്ഥലങ്ങളിൽ ഒരുമിച്ച് നടക്കുന്നു, ഒരേ ഭാഷ സംസാരിക്കുന്നവർ, പ്രത്യേകിച്ച് നമ്മൾ കേരളം വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലും മറ്റ് രാജ്യങ്ങളിലേക്ക് പോയാൽ, പ്രത്യേകിച്ച് ഒരുപക്ഷെ പഠനത്തിന് വേണ്ടി വിദേശത്ത് കടന്നു പോയിരിക്കുന്ന മക്കൾ ഇവിടെയുണ്ട്. അവരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കുക. വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന അധ്യാപകർ, വിദ്യാർത്ഥികൾ. അപ്പോൾ മലയാളികളായിരിക്കുന്ന വ്യക്തികൾ മറ്റൊരു രാജ്യത്തിലേക്ക് പോകുമ്പോൾ മലയാളം സംസാരിക്കുന്ന ഒരു അധ്യാപകനെ കണ്ടാൽ, മലയാളം സംസാരിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ കണ്ടാൽ അവർ അവരോടായിരിക്കും ആദ്യം സൗഹൃദം ഉണ്ടാക്കാനായി ശ്രമിക്കുക. അത് ഭാഷയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു കൂടിച്ചേരലാണ്. തമിഴ് സംസാരിക്കുന്ന വ്യക്തികൾ കാണുമ്പോൾ അത് തമിഴന്മാരുടെ ഒരു കൂട്ടായ്മയായി മാറുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജാതിയുടെ പേരിലും മതത്തിന്റെ പേരിലും സമുദായത്തിന്റെ പേരിലും ഭാഷയുടെ പേരിലൊക്കെ കൂട്ടായ്മകളുണ്ട്. എന്നാൽ ക്രിസ്മസ് എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ പേരിലുള്ള കൂട്ടായ്മയാണ്. ഇന്ന് ഈ വിശുദ്ധ ആരാധനയിൽ ദൈവം നമ്മെ പഠിപ്പിക്കുന്ന 4 ചിന്തകളിൽ ഒന്ന്, ക്രിസ്മസ് മാനുഷിക പദ്ധതിയേക്കാൾ ശ്രേഷ്ഠമാണ് ദൈവിക പദ്ധതി എന്നുള്ളതാണ്. 2, ഞാനും നിങ്ങളും കൂടിച്ചേരുമ്പോൾ, ഞാനും നിങ്ങളും കൂട്ടായ്മ പങ്കിടുമ്പോൾ ആ കൂട്ടായ്മയ്ക്കുള്ളിൽ ക്രിസ്തുവിന് സ്ഥാനമുണ്ട് എന്ന് തിരിച്ചറിയാൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നതാണ് ക്രിസ്മസ്.
മൂന്നാമതായി ക്രിസ്മസ് എന്നത് വെളിച്ചത്തിൻ്റെ ഉത്സവമാണ്. ക്രിസ്മസ് ആകുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഭവനങ്ങളിൽ നക്ഷത്ര വിളക്കുകൾ തെളിയിക്കാനായി ശ്രമിക്കും. നമ്മുടെ എല്ലാവരുടെയും ഭവനങ്ങളിൽ സീരിയൽ ബൾബുകൾ പ്രകാശിപ്പിക്കാനായി ശ്രമിക്കും. സീരിയൽ ബൾബുകളുടെ കൂട്ടം നമ്മെ ഒരു വലിയ കാര്യം പഠിപ്പിക്കുകയാണ്. നമ്മുടെ ഒക്കെ ഭവനങ്ങളിൽ സീരിയൽ സെറ്റ് നമ്മളിങ്ങനെ തൂക്കിയിടാറുണ്ട് വർണ്ണശബളമായ നിലയിൽ. ഈ സീരിയൽ കൂട്ടം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? ഒരു സീരിയൽ കൂട്ടത്തിൽ ഒരുപക്ഷെ 60 100 കൊച്ചു കൊച്ചു ബൾബുകൾ കാണും. വളരെ ഭംഗിയായി അത് കത്തി അണഞ്ഞ് നമ്മുടെ മനസ്സിന്, നമ്മുടെ കണ്ണുകൾക്ക് അത് കുളിർമയേകുകയാണ്. അതേസമയം ഇതിൽ ഒരു ബൾബിന് കേടുവന്നാൽ ആ സെറ്റ് മുഴുവനായി അണഞ്ഞു പോവുകയാണ്. ഒരു ബൾബിന് കേടുവന്നാൽ ആ സെറ്റ് മുഴുവനും കത്താതെ പോവുകയാണ്. ഇത് നമ്മെ പഠിപ്പിക്കുന്ന യാഥാർത്ഥ്യം എന്താണ്? ക്രിസ്മസ് നാളിൽ ഞാനും നിങ്ങളും ഭവനങ്ങളിൽ തൂക്കുന്ന സീരിയൽ ബൾബുകളുടെ ആ കൂട്ടം നമ്മെ പഠിപ്പിക്കുന്നത്, അല്ലയോ ജനമേ, ഞങ്ങൾ ഒന്നായി നിൽക്കുകയാണ്, ഞങ്ങൾ പരസ്പര ബന്ധത്തിൽ ആശ്രയിച്ച് നിൽക്കുകയാണ്, ഞങ്ങൾ പരസ്പര പൂരകങ്ങളാണ്, ഇന്റർ ഡിപ്പെൻഡന്റ് ആണ്, പരസ്പരം ഞങ്ങൾ ആശ്രിതരാണ്. ഞങ്ങളിൽ ഒരാൾക്ക് ഒരു കേട് സംഭവിച്ചാൽ ഞങ്ങൾ ആകമാനം കത്താതെ പോവുകയാണ്, ഞങ്ങൾ മുഴുവനായി പ്രകാശം ഇല്ലാതെ പോവുകയാണ്. പിന്നെ എന്താണ് ചെയ്യുക? ഇതറിയാവുന്ന ഇലക്ട്രീഷ്യന്മാർ ഓരോ ബൾബുകളിലേക്ക് സപ്ലൈ വരുന്ന സ്ഥലത്ത് അവരിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുകയാണ്, സപ്ലൈ വരുന്നുണ്ടോ. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇന്ന ബൾബിലാണ് കുഴപ്പം. അവർ എന്ത് ചെയ്യും? ആ ബൾബിന്റെ ഭാഗം ഇങ്ങനെ പൊട്ടിച്ചു കളഞ്ഞിട്ട് 2 വയറും കൂടെ ചേർത്ത് പിന്നെയും ടൈറ്റ് ചെയ്യുമ്പോൾ പിന്നെയും പ്രകാശിക്കുകയാണ്. എവിടെയോ ബന്ധം വിച്ഛേദിച്ചു. ആ വിച്ഛേദിച്ചു പോയ ബന്ധം കൂട്ടിയിണക്കുമ്പോൾ ആ സീരിയൽ ബൾബുകളുടെ കൂട്ടം പിന്നെയും പ്രകാശിക്കാനായി തുടങ്ങുകയാണ്. ക്രിസ്മസ് എന്ന് പറയുന്നത് ഐക്യത്തിൻ്റെ, വെളിച്ചത്തിൻ്റെ, പരസ്പര ധാരണയുടെ, പരസ്പര ബന്ധത്തിൻ്റെ, പരസ്പര വിട്ടുവീഴ്ചയുടെ ഒരു ഉത്സവമാണ്. അതാണ് സീരിയൽ കൂട്ടങ്ങൾ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നത്. ഏറ്റവും അവസാനമായി 4-മതായി ക്രിസ്മസ് എന്നത് ഇറ്റ് ഈസ് എ സെലിബ്രേഷൻ ഓഫ് ട്രൂത്ത്. ഇത് സത്യത്തിൻ്റെ ഉത്സവമാണ്. സത്യത്തെ ഒരിക്കലും നമുക്ക് മൂടിവെക്കാനായി കഴിയില്ല. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഇന്ന് എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു മനുഷ്യനാണ് അടയ്ക്ക രാജു. ആരാണ് ഈ അടയ്ക്ക രാജു? നിങ്ങളാരും പത്രത്തിൽ വായിച്ചില്ലേ? ആരാണ് ഇദ്ദേഹം? സിസ്റ്റർ അഭയ കൊലപാതകത്തിൽ അതിൻ്റെ വസ്തുതാപരമായ സത്യം പുറത്തേക്ക് വരാൻ സത്യത്തിൻ്റെ വക്താവായി, സത്യമെന്ന നീതി ദേവതയായി പ്രത്യക്ഷപ്പെട്ട പ്രലോഭനങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നു. വാഗ്ദാന പെരുമഴ വന്നു. ഒരു സാധാരണ കോളനിയിൽ 3.5 സെന്റിനുള്ളിൽ ജീവിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ നീണ്ട 26 വർഷത്തിന്റെ നിയമ പോരാട്ടം. ആ നിയമ പോരാട്ടത്തിനിടയിലും താൻ ഉറച്ചു നിന്ന സത്യം വിജയിക്കണം എന്ന് ചിന്തിച്ച് സത്യത്തിന് വേണ്ടി മാത്രം നിലകൊണ്ട അടയ്ക്ക രാജു ഇന്ന് സമൂഹം മുഴുവനും ഓർക്കുന്ന, ഈ ക്രിസ്മസ് നാളിൽ ജനം വാഴ്ത്തിപ്പാടുന്ന ഒരു സാധാരണക്കാരനായ മനുഷ്യൻ. അദ്ദേഹം സത്യത്തെ വേണ്ടി നിൽക്കുകയാണ്. എന്നെ കേൾക്കുന്ന വിശ്വാസികളെ, സത്യം മൂടിവെക്കാൻ കഴിയില്ല. ഈ ലോകത്തിലെ സത്യങ്ങളൊന്നും മൂടിവെക്കാൻ കഴിയില്ല. നമുക്ക് കുറേയേറെ കാലഘട്ടം സമ്പത്ത് കൊണ്ട് അതിനൊക്കെ ഒന്ന് പൊതിയാനായി സാധിക്കും. നമ്മുടേതായ സ്വാധീനം കൊണ്ട് അതിനൊക്കെ മൂടിവെക്കാൻ ശ്രമിക്കാം. എന്നാലും ഈ മൂടിവെക്കലുകളെല്ലാം പുറത്താക്കിക്കൊണ്ട് സത്യം അതിന് മുഴുബലത്തോടെ ലോകം തിരിച്ചറിയും. അതാണ് ഈ കഴിഞ്ഞ നാളിൽ നമ്മെ സമൂഹ മാധ്യമം പഠിപ്പിച്ചത്. ക്രിസ്മസ് എന്ന് പറയുന്നതും സത്യത്തിൻ്റെ ഉത്സവമാണ്. യേശു എന്ന സത്യത്തിൻ്റെ ഉത്സവമാണ്. യേശു എന്ന സത്യത്തെ മൂടിവെക്കാൻ ഈ ലോകത്തിലും ആർക്കും കഴിയുകയില്ല. അത് സ്വാർത്ഥതയ്ക്കെതിരായിട്ടുള്ളൊരു വെല്ലുവിളിയായി ഇന്ന് നിലനിൽക്കുകയാണ്. അതുകൊണ്ട് യേശു പറഞ്ഞു, സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കി മാറ്റും. സത്യം നിങ്ങൾക്ക് വഴികാട്ടിയായി മാറും. സത്യം നിങ്ങളെ ഈശ്വരനിലേക്കും തുടർന്ന് നിത്യതയിലേക്കും വഴി നടത്തും.
ഞാൻ ഈ ചിന്തകളിലൂടെ അവസാനിപ്പിക്കുകയാണ്. ക്രിസ്മസ് നമ്മെ പഠിപ്പിക്കുന്നത് മാനുഷിക ചിന്തയേക്കാൾ ശ്രേഷ്ഠമാണ് ദൈവികമായ ചിന്ത. 2, ക്രിസ്മസ് എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ നാമത്തിലുള്ള കൂടിച്ചേരലുകളാണ്. 3, ക്രിസ്മസ് എന്ന് പറയുന്നത് അത് വെളിച്ചത്തിന്റെ ഉത്സവമാണ്. 4, ക്രിസ്മസ് എന്നത് സത്യത്തിന്റെ ഉത്സവമാണ്. ഈ വചനത്താൽ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് നമ്മെ സഹായിക്കട്ടെ. ആമേൻ. എല്ലാവർക്കും എഴുന്നേറ്റ് 351 പാട്ട്.
സ്നേഹവാനായ ദൈവമേ, പരിശുദ്ധ കർത്താവേ, അടിയങ്ങൾ ഭാവിയെക്കുറിച്ചും അടിയങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാളും അപ്പുറമാണ് ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ചിന്തയെന്നും അവിടുത്തെ നാമത്തിലുള്ള കൂട്ടായ്മയാണ് ക്രിസ്മസ് എന്നും അത് വെളിച്ചത്തിൻ്റെ ഉത്സവമാണ് എന്നും സത്യത്തിൻ്റെ പൂർത്തീകരണമാണ് എന്നും ഇന്നത്തെ ആരാധനയിലൂടെ അവിടുന്ന് അടിയങ്ങളെ ഓർമ്മപ്പെടുത്തിയതിനായി സ്തോത്രം. അടിയങ്ങളുടേതായ ജീവിതത്തിൽ ദൈവവുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കുവാൻ, അങ്ങേക്ക് പ്രവർത്തിക്കുവാൻ ഉള്ള ചാലകത്തിൽ ഏതെങ്കിലും തടസ്സങ്ങളുണ്ട് എങ്കിൽ അതിനെ കൂട്ടിയോജിപ്പിച്ച് അങ്ങുമായി ചേർന്നിരിപ്പാൻ അവിടുന്ന് അടിയങ്ങളെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ. ഇന്നത്തെ ആരാധനയിൽ സംബന്ധിച്ച് ഭവനങ്ങളിലേക്ക് പോകുവാൻ ഒരുങ്ങുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ബന്ധുക്കളുടെ ഭവനങ്ങളിൽ പോകുന്നവരുണ്ട്, ബന്ധുക്കൾ ഇടവക വിശ്വാസികളുടെ ഭവനങ്ങളിൽ വരുന്നവരുണ്ട്. എല്ലാ കുടുംബങ്ങളെയും ഈ നാളുകളിൽ അവിടുത്തെ കൃപയും സമാധാനവും സംരക്ഷണവും നൽകി പരിപാലിക്കണമേ. ഇത്രത്തോളം സമാധാനവും ആരാധനയ്ക്കുള്ള സ്വാതന്ത്ര്യവും അവിടുന്ന് ഈ ക്രിസ്മസ് നാളിലും അടിയങ്ങൾക്ക് ഒരുക്കിയല്ലോ. നന്ദി കർത്താവേ. വിദേശത്തായിരിക്കുന്ന അടിയങ്ങളുടെ ഇടവക അംഗങ്ങളെയും അവിടുത്തെ നാമത്തിൽ അവിടുന്ന് സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ. ക്രിസ്തുവേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ആശീർവാദം നമ്മുടെ കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും എല്ലായ്പ്പോഴും നമ്മോടും നമ്മുടെ എല്ലാ ശുശ്രൂഷകളോടും ദൈവം നമുക്ക് നൽകുന്ന സകല അനുഗ്രഹങ്ങളോടും സദാസമയം കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ആരാധനയിൽ വന്നിരിക്കുന്നവർ പരസ്പരം ക്രിസ്മസിൻ്റെ സന്ദേശം നിങ്ങൾ അരികിലിരിക്കുന്ന ആൾക്കാരോട് പങ്കുവെച്ച് ഷാക്കാൻഡ് കൊടുക്കാതെ പങ്കുവെച്ച് സന്തോഷത്തോടെ പിരിയാനായി ഓർമ്മപ്പെടുത്തും.